നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചേർത്തല AS കനാലിന് പുതുജീവൻ. സേവ് AS കനാൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായ ജനകീയ ശുചീകരണം ചരിത്രമായി. 5 കിലോമീറ്റർ ദൂരത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. കൈനകരിയിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജലമേളയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ജേതാവായി. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയ്യപുരം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. CPM അരൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം. പൊന്നാമ്പള്ളിയിലെ ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ S ബാഹുലയൻ നഗറിലാണ് പ്രതിസമ്മേളനം നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത XMP ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് സമാപിക്കും. ചേർത്തലയിൽ വാതകം ചോർന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ദേശീയപാതയിൽ ചേർത്തല എക്സ്റേ ജംഗ്ഷന് തെക്കുവശത്ത് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് സംഭവം. ചേർത്തല NSS യൂണിയന്റെ വാർഷിക പൊതുയോഗം നടന്നു. യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് വാർഷിക പൊതുയോഗം നടന്നത്. 3.5 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റിന് യോഗം അംഗീകാരം നൽകി. വാർത്തകൾ വിശദമായി. ചേർത്തല AS കനാലിന് നവജീവൻ. AS കനാൽ നവീകരണ കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ ശുചീകരണം ചരിത്രമായി. 5 കിലോമീറ്റർ നീളത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. മന്ത്രി P. പ്രസാദ് മുനിസിപ്പൽ തല ഉദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല നഗരസഭയുടെ ചേലൊത്ത ചേർത്തല കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടന്ന ജനകീയ ശുചീകരണം ശ്രദ്ധേയമായി. നഗരസഭ തല ഉദ്ഘാടനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടന്നു. ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ P. പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു പ്രധാനപ്പെട്ട ഇടമായി നമ്മുടെ കനാലിൽ കാണുകയാണ്. ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ആൾക്കാരും ശ്രദ്ധിക്കാനൊന്നും ഇല്ലാത്ത ഇടങ്ങളിൽ നേരത്തെ വേമ്പനാട് കനാലിന്റെ സൈഡിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അത്രയും ദൂരം എന്തിനാണ് ഓടുന്നത്? ഈ കനാലിൽ നാട്ടുകാരെല്ലാവരും മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ ഞങ്ങളുടെ എല്ലാം കൂടെ ആകാമല്ലോ എല്ലാവരും നോക്കി നിൽക്കുന്ന രീതിയിലേക്ക് എത്ര ദയനീയമായ സ്ഥിതിവിശേഷം. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് AM ആരിഫ് XMP മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത്ത് നന്ദിയും പറഞ്ഞു. ചേർത്തല ഇരുമ്പുപാലത്തിന് വടക്കുവശത്ത് ഗൗരി ഗാർഡൻസിൽ നടന്ന ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻ ചെയർമാൻ VT ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുട്ടമ്പള്ളി വികാരി ഫാദർ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സാബു സ്വാഗതവും കൗൺസിലർ ജോഷിത നന്ദിയും പറഞ്ഞു. വട്ടവെളിപ്പാലം PS കവല കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. PS കവലയിൽ നടന്ന ചടങ്ങിൽ വെച്ച് അരൂർ MLA ദലീമ ജോജോ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് P. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ അംബാസിഡർ ബിജു മല്ലാരി, ഹാസ്യതാരം അജയൻ മാടയ്ക്കൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു സ്വാഗതവും കൗൺസിലർ ശ്രീജ മനോജ് നന്ദിയും പറഞ്ഞു. TB കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TB ജെട്ടിക്ക് സമീപത്താണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. BJP ദേശീയ സമിതി അംഗം വെള്ളിയാകുളം പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മുനിസിപ്പൽ ചെയർമാൻ P. ഷാജിമോഹൻ അധ്യക്ഷനായി. ഓട്ടൻതുള്ളൽ കലാകാരൻ മരുത്തോർവട്ടം കണ്ണൻ, SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ BS സാബുലാൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൗൺസിലർ B. ഫൈസൽ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ S. സുദീപ് നന്ദിയും പറഞ്ഞു. ഇരുമ്പുപാലം പടയണിപ്പാലം കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ കല്ലങ്ങാപ്പള്ളി സൊസൈറ്റിക്ക് സമീപത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുൻ ചെയർമാൻ ഐസക് മാടവന അധ്യക്ഷനായി. ഗാനരചയിതാവ് രാജീവ് ആലിങ്കൽ, ചേർത്തല സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൗൺസിലർ ഷീജ സന്തോഷ് സ്വാഗതവും കൗൺസിലർ A. അജി നന്ദിയും പറഞ്ഞു. പടയണിപ്പാലം ഹൈവേ പാലം കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ EMS വായനശാലയ്ക്ക് സമീപത്ത് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല അർബൻ ബാങ്ക് പ്രസിഡന്റ് NR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. നാടകനടൻ ചേർത്തല രാജൻ, ഹാസ്യതാരം അനിൽ മാടയ്ക്കൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കൗൺസിലർ ലിസി ടോമി സ്വാഗതവും കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് നന്ദിയും പറഞ്ഞു. ഹൈവേ പാലം ആഞ്ഞിലിപ്പാലം കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഞ്ഞിലിപ്പാലം മേഖലയിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. മുൻ ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ സീന ദിനകരൻ സ്വാഗതവും MA സാജു നന്ദിയും പറഞ്ഞു. ആഞ്ഞിലിപ്പാലം വട്ടവെളിപ്പാലം കനാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗൻവാടിക്ക് സമീപത്താണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്.
മുൻ ചെയർപേഴ്സൺ ജയലക്ഷ്മി അൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ MK പുഷ്പകുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ G രഞ്ജിത്ത് സ്വാഗതവും എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് സുധീഷ് നന്ദിയും പറഞ്ഞു. നഗരസഭാ പരിധിയിൽ PS കവല മുതൽ കുറിയമുട്ടം കായൽ വരെയുള്ള 5 കിലോമീറ്റർ വരുന്ന AS കനാൽ ഭാഗമാണ് ശുചീകരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെയായിരുന്നു ശുചീകരണം. കനാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള 50 കേന്ദ്രങ്ങളിലായി നടന്ന പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെയും സാംസ്കാരിക സംഘടനകളിലെയും യുവജന സംഘടനകളിലെയും അംഗങ്ങൾ, നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിമുക്ത ഭടന്മാർ, NCC SPC കേഡറ്റുകൾ, NSS വളണ്ടിയർമാർ, വ്യാപാരികൾ തുടങ്ങിയവർ മെഗാ ശുചീകരണത്തിൽ പങ്കാളികളായി. പാമ്പ് പിടുത്തത്തിൽ പരിശീലനം ലഭിച്ച ടീമും പങ്കെടുത്തു. പ്ലാസ്റ്റിക്കും കുപ്പികളും അടക്കമുള്ള എല്ലാവിധ ഹരമാലിന്യങ്ങളും നീക്കം ചെയ്തു. ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ശുചീകരണം അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ടൈം ന്യൂസ്, ചേർത്തല. കൈനകരിയിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ ആവേശമായി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ജേതാക്കളായി. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയ്യപുരം 2ാം സ്ഥാനത്ത്. കൈനകരിയിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജലമേളയിൽ കാരിച്ചാൽ ചുണ്ടൻ ജേതാക്കളായി. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ലീഗ് മത്സരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ 2ാം മത്സരമാണ് കൈനകരിയിൽ നടന്നത്. കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു ട്രോഫി മത്സരത്തിന്റെ കാര്യത്തിൽ നമുക്ക് അല്പമൊന്ന് അത് ഒന്ന് മാറ്റിവെക്കേണ്ടതായി വന്നു. അപ്പോഴും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളൊരു ആശങ്ക വള്ളംകളി പ്രേമികളുടെ എല്ലാ പേരുടെയും മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്. അന്നും സർക്കാർ പറഞ്ഞു, കേരളത്തിൽ നിരവധിയായ ഇടങ്ങളിൽ നടക്കുന്ന ഏറ്റവും വലിയ ജലമേളയാണ്, ജലോത്സവമാണ് CBL അല്ലെങ്കിൽ വള്ളംകളികൾ. ആ വള്ളംകളിയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഒരു ക്രിയാത്മകമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ടൂറിസം വകുപ്പ് CBLിലേക്ക് നീങ്ങിയത്. CBL ടെക്നിക്കൽ കമ്മിറ്റി അംഗം CK സദാശിവൻ XMLA അധ്യക്ഷത വഹിച്ചു. CBL ടെക്നിക്കൽ കമ്മിറ്റി അംഗം KK ഷാജു XMLA മാസ്റ്ററിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. കുട്ടനാട് MLA തോമസ് K. തോമസ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MC പ്രസാദ്, TG ജലജകുമാരി, ടെക്നിക്കൽ കമ്മിറ്റി അംഗം RK കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മത്സരങ്ങൾ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ 1ാമതായി. ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി തുഴഞ്ഞ വിയ്യപുരം ചുണ്ടനെയാണ് ഏതാനും തുഴപ്പാടുകൾക്ക് കാരിച്ചാൽ തോൽപ്പിച്ചത്. ഹീറ്റ്സ് മത്സരങ്ങളിലെ മികച്ച സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരിച്ചാലിനും വിയ്യപുരത്തിനും പുറമെ UBC കൈനകരി തുഴഞ്ഞ തലവടി ചുണ്ടനാണ് ഫൈനലിൽ ഉണ്ടായിരുന്നത്. ആദ്യ പകുതിയിൽ 3 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു. അവസാന പകുതിയുടെ ആദ്യ പാദത്തിൽ തലവടിയെ പിന്നിലാക്കി കാരിച്ചാൽ ലീഡ് സ്വന്തമാക്കി. അവസാന പാദത്തിൽ വിയ്യപുരം അവിശ്വസനീയമായ കുതിപ്പിലൂടെ കാരിച്ചാലിനൊപ്പമെത്തി. നെഹ്റു ട്രോഫി ഫൈനലിലെ വാശി ആവർത്തിച്ച കൈനകരി നെട്ടായത്തിൽ അവസാന 5 മീറ്ററിലാണ് PBCയുടെ കാരിച്ചാൽ 1ാമതായി ഫിനിഷ് ചെയ്തത്. വിജയികൾക്ക് തോമസ് K. തോമസ് MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. CPM അരൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം. പൊന്നാമളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ S. ബാഹുലയൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. 2 ദിവസങ്ങളായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത XMP ഉദ്ഘാടനം ചെയ്തു. CPM അരൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം. പൊന്നാമ്പളി ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ S. ബാഹുലയൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. പുഷ്പാർച്ചന, പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം സമ്മേളനം ആരംഭിച്ചു. സംഘാടക സമിതി ചെയർമാൻ NB ഷിബു സ്വാഗതം പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത XMP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ സമ്മേളനം. ഏറ്റവും ഭംഗിയായി തന്നെയാണ് താഴെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി നമ്മൾ ഏരിയ സമ്മേളനങ്ങളിലേക്ക് കടന്നത്. ഈ സമ്മേളന കാലഘട്ടത്തിൽ ലോകത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഗോള തലത്തിലുണ്ടാകുന്ന സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ കൃത്യമായി വരുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി തന്നെ പോകാറുണ്ട്.
ജില്ലാ സെക്രട്ടറി ആർ നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് K പ്രസാദ്, PP ചിത്തരഞ്ജൻ MLA, H സലാം MLA, അഡ്വക്കേറ്റ് മനു C പുളിക്കൽ, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AM മാരിഫ്, ദലീമ ജോജോ MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി PK സാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയയിലെ 3126 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 122 പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ 22 പേരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. തിങ്കളാഴ്ച ഉച്ചവരെ പ്രതിനിധി സമ്മേളനം തുടരും. വൈകിട്ട് പട്ടണക്കാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ചുവപ്പ് സേന മാർച്ചും ബഹുജന റാലിയും ആരംഭിക്കും. പൊന്നാമ്പള്ളിയിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്യും. അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി നൽകിയ എരമല്ലൂർ സ്വദേശി KA പീറ്ററിനെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ കുടുംബങ്ങളെയും ആദരിക്കും. ടൈം ന്യൂസ്, അരൂർ. CPM അരൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഫ്യൂഷൻ, തിരുവാതിരയും കൈകൊട്ടിക്കളിയും വർണ്ണാഭമായി. CPM അരൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഫ്യൂഷൻ, തിരുവാതിരയും കൈകൊട്ടിക്കളിയും വർണ്ണാഭമായി. പൊന്നാമ്പള്ളിയിലെ 2 ദിവസങ്ങളിലായി നടക്കുന്ന CPIM അരൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് വിവിധ കലാപരിപാടികൾ, മത്സരങ്ങൾ എന്നിവ ഒരുക്കിയത്. പൊന്നാമ്പള്ളി ടൗണിലെ വേദിയിലായിരുന്നു കലാപരിപാടികൾ. ശനിയാഴ്ച വൈകിട്ട് നടന്ന ഫ്യൂഷൻ, തിരുവാതിര, കൈകൊട്ടിക്കളി, ഏകപാത്ര നാടകം എന്നിവ ശ്രദ്ധേയമായി. ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരത്തിൽ പങ്കെടുക്കാൻ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നായി നിരവധി സമിതികളാണ് എത്തിയത്. കാണികളിൽ വിസ്മയ കാഴ്ചയൊരുക്കിയാണ് ഫ്യൂഷൻ തിരുവാതിര അരങ്ങേറിയത്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിൽ വാതകം ചോർന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ചേർത്തല എക്സ്റേ ബൈപ്പാസിന് തെക്ക് വശത്ത് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് സംഭവം. ചേർത്തലയിൽ വാതകം ചോർന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ദേശീയപാതയിൽ ചേർത്തല എക്സ്റേ ജംഗ്ഷന് തെക്ക് വശത്ത് വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. തിരുവനന്തപുരത്ത് ഹൈഡ്രജൻ ഇറക്കിയ ശേഷം പാലക്കാട്ടേക്ക് പോകുന്നതിനിടെ ചേർത്തലയിൽ പാർക്ക് ചെയ്തിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നാണ് വാതകം ചോർന്നത്. ചെറിയ ശബ്ദത്തോടെ വാൽവ് തെറിച്ചുപോയി വാതകം പുറത്തേക്ക് വരികയായിരുന്നു എന്ന് യാത്രക്കാരും നാട്ടുകാരും പറഞ്ഞു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന പള്ളിപ്പുറം സ്വദേശി ബിനു പരമേശ്വരൻ ചേരുന്നു. എക്സ്റേ ബൈപ്പാസിന് അടുത്ത് ഏകദേശം ഒരു 100 മീറ്റർ പറ്റി വെച്ച് ഒരു ടാങ്കർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി ഏകദേശം പറ്റിയെത്തിയപ്പോഴേക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ശബ്ദത്തോടു കൂടി താഴത്തുനിന്ന് എന്തോ പൊട്ടി പെട്ടെന്ന് ആ ടാങ്കറിൻ്റെ അകത്തുനിന്ന് ഒരു നല്ല വെളുത്ത പുകയില് അവിടെ വ്യാപിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചതുരി പൊട്ടിയപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ച് പിന്നെ പുറകെ വന്ന ബൈക്ക് ഞങ്ങൾ പെട്ടെന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞു. എന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അവിടെ ഏകദേശം ഹൈവേയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം കാണാത്ത രീതിയിൽ പുക തിങ്ങിക്കൂടിയായിരുന്നു. അപ്പൊ ഇനി ഗ്യാസും വണ്ടിയാണ് എന്താണ് ലീക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാണ്ട് ഓപ്പോസിറ്റ് കിടന്നു വെച്ചാൽ ഒരു ഗ്യാസും വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പോയി. പിന്നെ ബാക്കിയുള്ള പ്രൈവറ്റ് ഗുഡ്സ് വാഹനങ്ങളുണ്ടായിരുന്നു, അവരും പെട്ടെന്ന് ചാടി അവരും എടുത്തിട്ട് പോയി. പിന്നെ പരിസരത്തുള്ള ചെറിയ കടക്കാരുണ്ടായിരുന്നു, അവരും തീയൊക്കെ ഓഫ് ചെയ്തു. പിന്നെ ഒരു അരണ്ട വെളിച്ചത്തിലാണ് അത് ഗ്യാസ് വണ്ടിയല്ലെന്ന് ഏകദേശം മനസ്സിലായത്. അപ്പൊ പിന്നെ അതിന്റെ പറ്റിലേക്ക് ഇന്ന് ഡ്രൈവർ ക്യാമിൽ ഡ്രൈവർ നോക്കിയിട്ട് ഡ്രൈവറില്ല. അദ്ദേഹം തൊട്ട് പറ്റത്തിനെ ഒരു കടയുടെ തിന്നയുടെ സൈഡിൽ കിടന്നുറങ്ങിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ഷീണം കൊണ്ട് അദ്ദേഹം കിടന്നുറങ്ങിയാണ്. ആ സമയത്താണ് ഇത് പെട്ടെന്ന് ലീക്കായത്. അപ്പൊ ഒരു ഡ്രൈവർ സത്യത്തിൽ സംഭവം അറിഞ്ഞില്ല. ശരിക്കും ഡ്രൈവർ അറിഞ്ഞിട്ടില്ല സംഭവം. കറക്റ്റ് 5 മിനിറ്റോളം, കൃത്യം 5 മിനിറ്റോളം ഞാനത് ഏകദേശം വീഡിയോ പകർത്തിയപ്പോൾ ആ ടൈമും അവിടെ നിന്ന് പോകുന്ന ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്ക് കൃത്യം 5 മിനിറ്റോളം അവിടെ നല്ല രീതിയിൽ അന്തരീക്ഷത്ത് ഈ നൈട്രജൻ വ്യാപിച്ചിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഡ്രൈവർ ഞങ്ങൾ കണ്ട്, അദ്ദേഹം ഉറക്കച്ചടവിലായിരുന്നു, വിളിച്ച് എഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് അദ്ദേഹം വന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് ഏറെക്കുറെ അത് കാര്യമായിരുന്നു. പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നിരുന്നു സ്ഥലത്ത്. ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് തന്നെ പോലീസ് അന്നേരം ഉണ്ടായിരുന്നു. ഒപ്പം ഞാനും വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് അവരവിടെ സംഭവ സ്ഥലത്ത് എത്തുകയും ഒരു ഫയർഫോഴ്സിനെ വിളിക്കുകയും ചെയ്യുമായിരുന്നു. വലിയ അപകടാവസ്ഥയില്ല, പക്ഷെ ശ്വാസം മുട്ടൽ പോലെയൊക്കെ ഉണ്ടായോ? അതെ. ഇപ്പൊ മറ്റേ ഗ്യാസ് അല്ലെങ്കിൽ പോലും ഒരു അപകടം ഉണ്ടായില്ലെങ്കിൽ പോലും അവിടെ പെട്ടെന്ന് തിങ്ങി നിറഞ്ഞ ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന തന്നെ പ്ലേയേഴ്സിന് ഈ ഇപ്പൊ എനിക്ക് ഉൾപ്പെടെയാണെങ്കിലും
ഇവിടെ വന്നിട്ട് ഒരു 1:30-2 മണി വരെയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി. ഉറങ്ങുകയായിരുന്ന ഡ്രൈവറെ വിളിച്ചുണർത്തി വാൽവ് അടയ്ക്കുകയായിരുന്നു. ഈ സമയത്ത് സമീപത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങൾ മാറ്റി. വാതകം തിരുവനന്തപുരത്ത് ഇറക്കിയ ശേഷം മടങ്ങി വരികയായിരുന്നതിനാൽ ടാങ്കറിൽ വാതകം കുറവായിരുന്നു. പലർക്കും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടിരുന്നു. ചേർത്തല NSS യൂണിയന്റെ വാർഷിക പൊതുയോഗം നടന്നു. NSS യൂണിയൻ ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 3.5 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റിന് യോഗം അംഗീകാരം നൽകി. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ 88ാമത് വാർഷിക പൊതുയോഗം നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 2023-24 പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും 2024-25 ബഡ്ജറ്റും യൂണിയൻ സെക്രട്ടറി S. ജയകൃഷ്ണൻ അവതരിപ്പിച്ചു. 1,57,68,920 രൂപ 52 പൈസ വരവും 1,57,65,502 രൂപ 30 പൈസ ചെലവും 3,418 രൂപ 22 പൈസ നീക്കിയിരിപ്പുമുള്ള വരവ് ചെലവ് കണക്കുകളാണ് അവതരിപ്പിച്ചത്. 2024-25 ബഡ്ജറ്റും അവതരിപ്പിച്ചു. 3,44,800 രൂപ വരവും 3,39,821 രൂപ ചെലവും 4,979 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് സെക്രട്ടറി അവതരിപ്പിച്ചത്. ജീവകാരുണ്യ നിധിയിൽ ഉൾപ്പെടുത്തി ഭവന നിർമ്മാണം, ചികിത്സാ സഹായം, സാന്ത്വന പദ്ധതി, വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി എന്നിവയ്ക്കായി 19,50,000 രൂപയും വിദ്യാഭ്യാസ എൻഡോമെൻ്റ് ഉൾപ്പെടെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനായി 6 ലക്ഷം രൂപയും മന്നം കലാസാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾക്കായി 1,25,000 രൂപയും നേതൃത്വ പരിശീലനം, മെഡിക്കൽ ക്യാമ്പ്, HR സെൻ്റർ പ്രവർത്തനങ്ങൾ, ലഹരിവിരുദ്ധ അവബോധന പരിപാടി എന്നിവയ്ക്കായി 1 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഹോട്ടൽ ശൃംഖലയായ പത്മ കഫേ മതിലകത്ത് നിന്നും യൂണിയൻ ബിൽഡിംഗിലേക്ക് മാറ്റി പുനർനിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് 45 ലക്ഷം രൂപയും യൂണിയൻ വക കെട്ടിടങ്ങളുടെ മെയിൻ്റനൻസിനും സംഗമത്തിനും കൂടി 30 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ നിന്നും വിവിധ ധനസഹായങ്ങൾ നൽകുന്നതിലേക്കായി ലഭിക്കുന്ന 6,85,000 രൂപയും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദേശീയപാതയുടെ വികസനത്തോടനുബന്ധിച്ച് ചേർത്തല താലൂക്കിലെ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അധികാരികൾക്ക് സമർപ്പിക്കുന്ന ഔദ്യോഗിക പ്രമേയവും യോഗം പാസാക്കി. യൂണിയൻ വൈസ് പ്രസിഡന്റ് S. മുരളീകൃഷ്ണൻ സ്വാഗതവും NSS ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ലെൻഫെഡിൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. കുട്ടനാട് നടന്ന ജില്ലാ സമ്മേളനം കുട്ടനാട് MLA തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. ലെൻഫെഡിൻ്റെ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു. കുട്ടനാട് നടന്ന കൺവെൻഷൻ തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. അവർ കാൽക്കുലേറ്റ് ചെയ്തെല്ലാം റെഡി ആക്കിയപ്പോൾ ഇവിടെ 5.5 HP മോട്ടറെ വെക്കാൻ നിയമമുള്ളൂ, അത്രേ വെക്കാവുള്ളൂ. ഇന്നത്തെ റിപ്പോർട്ടാണ്. 5.5 HP മോട്ടർ വെക്കാവുള്ളൂ. അതിന് വകുപ്പുള്ളത് 5.5 HP മോട്ടർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം മേലോട്ട് പോലും വരത്തില്ല, താഴെ തന്നെ കിടക്കത്തില്ല. 15 HP വെച്ചിട്ട് രക്ഷയില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്വന്തമായിട്ട് ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. ജയകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജോൺ ലൂയിസ്, പ്രദീപ് കുമാർ, സംസ്ഥാന ട്രഷറർ T. ഗിരീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ, A. ഫൈസൽ, M. മായ, VC ജോർജ്, അൻഷു വിൻ ദേവസ്യ, ജില്ലാ ട്രഷറർ R. പ്രദീപ്, PRO ജോൺ വർഗീസ്, ജില്ലാ സെക്രട്ടറി MR അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ തിങ്കളാഴ്ച ആരംഭിക്കും. ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അധികാരികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനെല്ലൂർ ബാങ്ക് രൂപീകരിച്ചിട്ട് 2025 എത്തുമ്പോൾ 100 വർഷം തികയുകയാണ്. ഇതിൻ്റെ ഭാഗമായി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ബാങ്കിൻ്റെ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ച് 2024 ആരംഭിച്ച് 2025 നവംബറോടുകൂടി സമാപിക്കുന്ന രൂപത്തിലാണ് ഈ 100ാം വാർഷിക ശതാബ്ദി ആഘോഷ പദ്ധതികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബാങ്ക്. ഇതിൻ്റെ ഉദ്ഘാടനം നവംബർ 25-ാം തീയതി 3 മണിക്ക് വിശാഖപുരം ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് വിളംബര ഘോഷയാത്രയോടെ ആരംഭിച്ച്
ബാങ്ക് പുതുതായി നിർമ്മിച്ചിരിക്കുന്ന SRF പദ്ധതിയിലെ ഗോഡൗൺ ഉദ്ഘാടനവും അതുപോലെ തന്നെ ആർദ്രം പെൻഷൻ പദ്ധതി 50 ക്യാൻസർ ഡയാലിസിസ് പേഷ്യൻസിന് കഴിഞ്ഞൊരു വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനവും 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് ബാങ്കിൻ്റെ ഒരു ജീവനക്കാരിയായിരുന്ന അമ്പിളി കാരണമായി കൊല ചെയ്യപ്പെട്ടത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ആ കുട്ടിക്കൊരു കുടുംബസഹായ ഫണ്ട് ജീവനക്കാരും ഭരണസമിതിയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5 ലക്ഷം രൂപ അതിൻ്റെ കുടുംബസഹായ ഫണ്ടിൻ്റെ വിതരണമുണ്ട്. ആ കൂട്ടത്തിൽ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രദേശത്തെ SHJ കുടുംബശ്രീ യൂണിറ്റുകളിലെ അംഗങ്ങൾക്ക് 1000 പേർക്ക് സാരി ബാങ്ക് നൽകുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് ഉദ്ഘാടനത്തോടൊപ്പം തീരുമാനിച്ചിരിക്കുന്നത്. തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ 100ാമത് വാർഷികാഘോഷ പരിപാടികൾ നവംബർ 25 മുതൽ ഡിസംബർ 1 വരെയുള്ള തീയതികളിലായി നടക്കും. വിളംബര ഘോഷയാത്ര, ഗോഡൗൺ ഉദ്ഘാടനം, SEB 1250 ആർദ്രം പെൻഷൻ പദ്ധതി 2ാം ഘട്ടം ഉദ്ഘാടനം, കുടുംബശ്രീ SHG ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം, നാടകോത്സവം, സെമിനാർ തുടങ്ങിയവയാണ് പരിപാടികൾ. നവംബർ 25 തിങ്കളാഴ്ച ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് വൈകിട്ട് 3 വിളംബര ജാഥ നടക്കും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ദലീമ ജോജോ MLA അധ്യക്ഷയാകും. മന്ത്രി സജി ചെറിയാൻ ശതാബ്ദി ആഘോഷത്തിൻ്റെയും ഗോഡൌണിൻ്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കുള്ള സമ്മാന വിതരണം മന്ത്രി J. ചിഞ്ചു റാണിയും, ആർദ്രം പെൻഷൻ പദ്ധതി ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R. നാസറും, നാടകോത്സവം ഉദ്ഘാടനം KSDP ചെയർമാൻ CB ചന്ദ്രബാബുവും, ആദരിക്കൽ ചടങ്ങ് അഡ്വക്കേറ്റ് K. പ്രസാദും നിർവഹിക്കും. CK ആശ MLA മുഖ്യ അതിഥിയാകും. അഡ്വക്കേറ്റ് A. മാരിഫ് ex-MB, P. ഗാനകുമാർ, NR ബാബുരാജ്, MK ഉത്തമൻ, B. വിനോദ് തുടങ്ങിയവർ സംസാരിക്കും. ബാങ്ക് പ്രസിഡന്റ് DV വിമൽദേവ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി P. ജിജിമോൾ നന്ദിയും പറയും. നവംബർ 26 ചൊവ്വാഴ്ച വൈകിട്ട് 3 സഹകാരി സംഗമം നടക്കും. OJ ഷിബു ഉദ്ഘാടനം ചെയ്യും. നാടകോത്സവത്തിൻ്റെ 1ാം ദിവസമായ അന്ന് 7 5 പ്രഭാത നടത്തക്കാർ എന്ന നാടകം അരങ്ങേറും. 27 നടക്കുന്ന സഹകരണ സെമിനാർ CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ M. രാമനുണ്ണി വിഷയാവതരണം നടത്തും. നാടകോത്സവം തുടരും. ഡിസംബർ 1 ശനിയാഴ്ച രാവിലെ 10 സ്പോർട്സ് കിറ്റ് വിതരണവും യുവജന സെമിനാറും നടക്കും. അഡ്വക്കേറ്റ് മനു C. പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 2 ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം നടക്കും. സാന്ത്വനം സെക്രട്ടറി B. വിനോദ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 6 ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉദയമ്മ ഷാജി ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് CB വിമൽദേവ്, സെക്രട്ടറി ജിജിമോൾ, P. ഗോപാലകൃഷ്ണൻ, P. പ്രജിത്ത്, അജേഷ് മോൻ എന്നിവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനൂസ് ചേർത്തല. തണ്ണീർമുക്കം പഞ്ചായത്തിൽ കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. പോഷക സമൃദ്ധി മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെയും പോഷക സമൃദ്ധി മിഷൻ 2ാം വാർഡ് കൃഷിക്കൂട്ടം MNREGS സംയോജിത പച്ചക്കറി 2024-25 ശനിയാഴ്ച രാവിലെ 9 വാരനാട് വാദ്യാട്ട് കളരിയിൽ ആരംഭിച്ചു. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആ പോസ്റ്റർ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്നത് പോഷക സമൃദ്ധി മിഷൻ, അതോടൊപ്പം തന്നെ 2ാം വാർഡ് കൃഷിക്കൂട്ടം, പിന്നെ MNREGS-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള സംയുക്ത കൃഷി എന്നുള്ളതാണ്. ഞാൻ അത് ഒറ്റ ഭാഗത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അത് ഈ പോഷക സമൃദ്ധി മിഷൻ എന്നുള്ളതാണ്. പോഷകം എന്നത് ഞാൻ നിങ്ങളുടെ ഇനിയും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മഹാഭൂരിപക്ഷം അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പോഷകം എന്ന വാക്ക് പുരുഷന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ നിങ്ങളാണ് കേട്ടിട്ടുള്ളത്, നിങ്ങളാണ് അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്, നിങ്ങൾക്കാണ് എനിക്ക് അറിയാവുന്നത്. നല്ല ഭക്ഷണമാണ് എന്ന് പറയുമ്പോൾ പറയും പോഷകാഹാരമാണ് എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. മനുഷ്യന് അത്യാവശ്യം വേണ്ട ചില പോഷകങ്ങളുണ്ട്, എങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ട് നിൽക്കുകയുള്ളൂ. ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വല്ല അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചിലർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞാനും ഈ നമ്മുടെ ശശികലയും ഞങ്ങളെല്ലാം കൂടെ ഒരു യോഗത്തിൽ നമ്മുടെ സുധർമ്മ വിളിച്ചുകൊണ്ട് പോയ യോഗമായിരുന്നു. സുധർമ്മയെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്.
അപ്പോൾ സുധർമ്മ കൊണ്ട് പ്രസംഗിക്കല്ലേ ഞാൻ പ്രത്യേകം പറഞ്ഞു. സുധർമ്മ പ്രസംഗിക്കുന്നതിന് മുമ്പ് എനിക്ക് പോകണം ഇവിടുന്ന്. അപ്പോൾ സുധർമ്മ എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ വിചാരിച്ചു ഭയങ്കര രസകരമായ പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചു. ഭയങ്കര ആളെല്ലാം ഉണ്ടായിരുന്നു. സുധർമ്മ അവിടെ കൊണ്ടിരുത്തിയിട്ട് എനിക്ക് ഒരു ഒന്നാം തരം പണി തന്നു. അപ്പോൾ അതുകൊണ്ട് അതുള്ള പേടിയാണ് എനിക്കുള്ളത്. വേറെ ഒന്നല്ല, അവിടുത്തെ കുളം, അവിടുത്തെ റോഡ് എല്ലാം മന്ത്രി അത് ഉറപ്പ് നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉറപ്പ് നൽകാതെ അദ്ദേഹത്തിന് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അകപ്പെട്ടുപോയി. അപ്പോൾ ഞങ്ങൾ ആ യോഗത്തിൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർക്ക് ഈ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് പേർ സമ്മാനം കിട്ടിയിട്ടുള്ള കാര്യം പറഞ്ഞു. വലിയ സമ്മാനങ്ങളും ചെറിയ സമ്മാനങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ളവരുണ്ട്. സമ്മാനം ഒന്നും കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കാൻ ഞാനൊരു പദ്ധതി ഇടുന്നുണ്ട്, അതിനുവേണ്ടിയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സമ്മാനം അല്ലെങ്കിൽ എല്ലാവരും കിട്ടിയിട്ടുണ്ടെന്ന് പറയും. സമ്മാനത്തിനൊരു പുതിയ പദ്ധതി ഇടുന്നെന്ന് പറഞ്ഞപ്പോൾ മിക്കവാറും കിട്ടാത്ത ആൾക്കാരുണ്ടെന്ന്. ഇപ്പോൾ സമ്മാനം ഇവിടെ കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏർപ്പാട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്തതല്ല. പ്രവീൺ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേക പദ്ധതിയാണ് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഉള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കെല്ലാവർക്കും കിട്ടിയുള്ള ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ അവാർഡ് ഇന്നേ വരെ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം മോഹൻ ചേട്ടൻ്റെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ അവാർഡിനേക്കാളും വലിയ അവാർഡാണ് നമുക്കെല്ലാം ജീവിക്കാനൊരു ഭാഗ്യമുണ്ടായി എന്നുള്ളത്. അല്ലേ? നമുക്കൊരു ജന്മം ഇങ്ങനെ കിട്ടി, അതിനേക്കാൾ വലിയൊരു അവാർഡ് നമുക്ക് കിട്ടാനുണ്ട്. ചടങ്ങിൽ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രവീൺ ജി പണിക്കർ, MNREGS ആലപ്പുഴ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം ഓഫീസർ S ശ്രീകുമാർ, ചേർത്തല കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KS ഷൈജ, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PS ഷാജി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സീന സുർജിത്ത്, സുരേഷ് കുമാർ, മിനി ലെനിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ VK മുകുന്ദൻ, മിനി ബിജു, CDS ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ്, വാത്യാട്ട് കുടുംബയോഗം പ്രതിനിധി N വേണുഗോപാൽ, VK പൊന്നപ്പൻ, MV സുധാകരൻ, P അജയകുമാർ, തോമസ് വടക്കേക്കരി, കൃഷി ഓഫീസർ ജോസഫ്, റെഫിൻ ജെഫ്രി തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തല വാരനാട് വാത്യാട്ട് കളരിയിൽ മന്ത്രി P പ്രസാദ് സന്ദർശനം നടത്തി. 300 കൊല്ലത്തിലേറെ പഴക്കമുള്ള തറവാടാണ് വാത്യാട്ട് കളരി. പുരാതനമായ വാരനാട് വാത്യാട്ട് കളരിയിൽ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ശനിയാഴ്ച രാവിലെ സന്ദർശനം നടത്തി. 300 വർഷത്തിലധികം പഴക്കം വരുന്ന 4 കെട്ടാണ് വാരനാട് വാത്യാട്ട് കളരി. കളരിയുടെ ഭാരവാഹികൾ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. പരിശീലനമൊക്കെ നടത്തിയിട്ടില്ലേ? അപ്പൊ ഇതിന് ഇവിടുത്തെ പ്രധാനമായ വഴിപാട് തീയാട്ടാണ്. തീയാട്ട് കേട്ടുവാണ്. അപ്പൊ നമ്മള് കാര്യപരമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാനമാക്കിയത് 1 കോടി രൂപ സ്വകാര്യ ട്രസ്റ്റാണ്, ഗവൺമെന്റ് ട്രസ്റ്റ് ഒന്നുമല്ല. ഗവൺമെന്റ് പണം വിനിയോഗിക്കുന്ന ഏത് കാര്യം ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയാണ്, ഗവൺമെന്റ് ചെയ്യാവത്തില്ല. ഇപ്പൊ നിങ്ങൾ പറയില്ല, ഇപ്പൊ പഞ്ചായത്ത് വഴിയായിട്ടിരിക്കണം, നിങ്ങളുടെ കൺസെന്റ് വന്ന് പഞ്ചായത്തിലേക്ക് എഴുതി കൊടുക്കുമ്പോൾ മാത്രമാണ് പഞ്ചായത്ത് വഴിക്ക് പഞ്ചായത്ത് വെക്കാൻ പറ്റും. അത് ഇന്ത്യയിൽ എവിടെ അങ്ങനെ. മുഹമ്മ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. കിലുക്കാമ്പെട്ടി എന്ന പേരിലാണ് കലാമേള ഒരുക്കിയത്. നടൻ ജയൻ ചേർത്തല ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള ശ്രദ്ധേയമായി. കുട്ടികളുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തരം കലാമേളകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നടൻ ജയൻ ചേർത്തല ഉദ്ഘാടനം ചെയ്തു. നന്മകൾ, ഞാൻ തണ്ണീർമുക്കം പഞ്ചായത്തിൽ താമസിക്കുന്നതാണ്. ഇവിടുത്തെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ അനുകരിച്ചിട്ടെങ്കിലും തണ്ണീർമുക്കം പഞ്ചായത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്രയും നന്മകൾ സത്യത്തിൽ തണ്ണീർമുഖത്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള സംശയമാണ്. ഇതൊരു വലിയൊരു നന്മ തന്നെയാണ്. ഏതായാലും ഇവർക്ക് അടുത്ത പരിപാടിയിൽ നമുക്ക് കുറേ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അവിടെ മന്ത്രി വന്നിട്ട് അടുത്ത പരിപാടി പ്രസിഡന്റിനെ. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ വിനോമ രാജു, നിഷ പ്രദീപ്, B വിഷ്ണു, കുഞ്ഞുമോൾ ഷാനവാസ്, ഷെജിമോൾ സജീവ്, പഞ്ചായത്ത് സെക്രട്ടറി MB മഹീധരൻ, ഷീല ദേവസ്യ, ICDS സൂപ്പർവൈസർ അശ്വതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാമത്സരങ്ങൾ നടന്നു. ടൈം ന്യൂസ് മുഹമ്മ. ചേർത്തലയിൽ സംരംഭകത്വ പരിശീലനവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത്. എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ
ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വിമൻ എംപവർമെൻറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചേർത്തലയിൽ സംരംഭകത്വ സെമിനാറും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചത്. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. മറുപടി തന്നെയാണ് നിങ്ങളെല്ലാവരും. കാരണം നമ്മൾ വർഷങ്ങളായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും പല മേഖലകളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സ്ത്രീകൾ അങ്ങനെ തഴഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നില്ല അല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ? കാരണം സ്വയം തൊഴിൽ ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരു വരുമാനം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വരുമാനമില്ലാത്തവർ അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്തവർ ഇന്ന് ഒന്നുമല്ല എന്ന് നമുക്ക് തെളിവുകൾ ഒരുപാട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്താണ് ഇതുപോലെയുള്ളതായിട്ടുള്ള ഓരോ സംഘടനകളിൽ കൂടി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. മികച്ച തൊഴിൽ സംരംഭങ്ങളിലൂടെ സ്ത്രീകൾ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ചേർത്തല സഹൃദയ മേഖലാ ഓഫീസിൽ ചേർന്ന സമ്മേളനത്തിൽ സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ എസ് സനീഷ്, ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പരിശീലകൻ അജയ് ശങ്കർ, പരിശീലക സിനി ലാലൻ, സഹൃദയ പ്രോഗ്രാം ഓഫീസർ കെ.ഒ. മാത്യൂസ്, പ്രോജക്റ്റ് കോർഡിനേറ്റർ സെബിൻ ജോസഫ്, റീജിയണൽ കോർഡിനേറ്റർ റാണി ചാക്കോ എന്നിവർ സംസാരിച്ചു. 6 ദിവസം ദൈർഘ്യമുള്ള അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ ടൈലറിംഗ്, അഡ്വാൻസ്ഡ് ഫുഡ് പ്രോസസ്സിംഗ് എന്നീ പരിശീലനങ്ങളിൽ 40 വനിതകളാണ് പങ്കെടുത്തത്. പരിശീലനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഭക്ഷ്യവസ്തുക്കളുടെയും തയ്യൽ കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചു. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരിൽ പ്രവർത്തന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അർഹത നേടുന്നവർക്ക് പ്രത്യേക സാമ്പത്തിക സഹായം ഈ പദ്ധതിയുടെ ഭാഗമായി നൽകുമെന്ന് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. പ്രസിദ്ധമായ പൊള്ളയത്തൈ തിരുകുടുംബ ദേവാലയത്തിലെ തിരുനാളാഘോഷ പരിപാടികൾ ഭക്തിസാന്ദ്രം. 100 കണക്കിന് വിശ്വാസികൾ അണിനിരന്നു. പ്രസിദ്ധമായ പൊള്ളയത്തൈ തിരുകുടുംബ ദേവാലയത്തിലെ ക്രിസ്തുരാജ കുരിശടിയിലെ തിരുനാളാഘോഷം ഭക്തിസാന്ദ്രം. വികാരി ഫാദർ ജിബി നൊറോണ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചതോടെയാണ് തിരുനാളാഘോഷം ആരംഭിച്ചത്. ഫാദർ നെൽസൺ ജോബിൻ്റെ കാർമ്മികത്വത്തിൽ ജപമാല, ലിറ്റനി, ആരാധന എന്നിവ നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച വൈകുന്നേരം ഫാദർ ക്രിസ്റ്റഫർ എം അർത്തശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ തിരുനാൾ ദിവ്യബലി, ഫാദർ സെബാസ്റ്റ്യൻ പള്ളിക്കലിൻ്റെ പ്രസംഗം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയും നടന്നു. വിശുദ്ധ തിരുക്കുടുംബത്തിൻ്റെ നാമധേയത്തിലുള്ള അപൂർവം ദേവാലയങ്ങളിലൊന്നാണ് പൊള്ളയത്തൈ പള്ളി. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുനാളിൻ്റെ പേരിലും പ്രശസ്തമാണ് ഈ ദേവാലയം. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് പുളിക്കൽ ഇളങ്കാവ് ശിവക്ഷേത്രത്തിലെ നെയ്വിളക്കർച്ചന ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുള്ള പ്രധാന ചടങ്ങാണ് നെയ്വിളക്കർച്ചന. മുഹമ്മദ് പുളിക്കൽ ഇളങ്കാവ് ശിവക്ഷേത്രത്തിലെ നെയ്വിളക്കർച്ചന ഭക്തിസാന്ദ്രമായി. മേൽശാന്തി അരുൺകുമാർ ചേർത്തലയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ശതാബ്ദോ ബഹുന്ദാവതാരേ ശ്രീ പരശുരാമ നിർമ്മിതായ കേരളഭൂമോ അശ്വത്ഥ നാരായണ സന്നിധൗ പ്രഭവാദി ഷഷ്ടി സംവത്സരാണ മധ്യേ ശുഭനാമ സംവത്സരേ ശുഭായനേ. ഭദ്രദീപ പ്രകാശനം രത്നമ്മ സീമന്തം കലവൂർ നിർവഹിച്ചു. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ ഒരുക്കിയ വിളക്കുകളിൽ ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ അഗ്നി പകർന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രഭാഷണം, ദീപാലങ്കാരം എന്നിവയും നടന്നു. പ്രസിഡന്റ് PM രഘുവരൻ പുളിക്കൽ, സെക്രട്ടറി CS മനോഹരൻ പുളിക്കൽച്ചിറ, വൈസ് പ്രസിഡന്റ് BD പ്രസാദ്, ശ്രീപാർവതി, ജോയിന്റ് സെക്രട്ടറി CK ബൈജു ചിറയിൽ, പ്രദീപ് കുമാർ ഉദനംപറമ്പ് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, മുഹമ്മ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർത്തല AS കനാലിന് പുതുജീവൻ. സേവ് AS കനാൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായ ജനകീയ ശുചീകരണം ചരിത്രമായി. 5 കിലോമീറ്റർ ദൂരത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. കൈനകരിയിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജലമേളയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ജേതാവായി. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ ബിയ്യപുരം ചുണ്ടനാണ് 2ാം സ്ഥാനം. CPM അരൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം. പൊന്നാമ്പള്ളിയിലെ ജയലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ S ബാഹുലയൻ നഗറിലാണ് പ്രതിസമ്മേളനം നടക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത XMP ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് സമാപിക്കും.
ചേർത്തലയിൽ വാതകം ചോർന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ദേശീയപാതയിൽ ചേർത്തല എക്സ്റേ ജംഗ്ഷന് തെക്കുവശത്ത് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് സംഭവം. ചേർത്തല NSS യൂണിയന്റെ വാർഷിക പൊതുയോഗം നടന്നു. യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് വാർഷിക പൊതുയോഗം നടന്നത്. 3.5 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റിന് യോഗം അംഗീകാരം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.